മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയും നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ റൂമിലാണെങ്കിൽ അകപ്പെട്ട് പോയല്ലോ. അപ്പം അനിക്കാണെങ്കിൽ പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ കനകയും ഗോവിന്ദനും ആണെങ്കിൽ സൗണ്ട് കേട്ട് എണീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്ദു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്നെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലാൻ വേണ്ടിയാണോ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട്, എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് നിന്നെ കാണാതിരുന്നപ്പോൾ എനിക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴേ എനിക്ക് നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഇന്ന് സമാധാനമായെന്നൊക്കെ നമ്മൾ അനി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിലും നമ്മൾ ഗോവിന്ദനാണെങ്കിൽ അവിടെ മൊത്തം പോയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും വന്നതാണോ എന്നൊക്കെ നോക്കുമ്പോഴുന്ന സമയത്താണെങ്കിൽ കനകയെടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇവിടെ എന്തായാലും ആരെയും കണ്ടില്ല എന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ കനക പറയുന്നുണ്ട്, അതിപ്പം ഈ രാത്രിയൊക്കെ ഒരു തേങ്ങ വീണാലും ആരെങ്കിലും ചാടുന്ന സൗണ്ടേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ ഒരാൾ ചാടി കണക്കുള്ള സൗണ്ടാണ് ഞാൻ കേട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല, ഒന്നാമതേ നമ്മളെ മോളെ ആണെങ്കിൽ ഇങ്ങനെ കൊല്ലാനൊക്കെ ആൾക്കാർ നോക്കിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി അവർ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് അവരിനി വെറുതെ ഇരിക്കത്തില്ല എന്നൊക്കെ എനിക്ക് തോന്നി, അതാ ആ ഒരു പേടി കൊണ്ടാണെന്നൊക്കെ നമ്മളെ ഗോവിന്ദനും കനകയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഗോവിന്ദൻ ഒന്നും കൂടെ വന്ന് വീടെല്ലാം ചുറ്റിയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ പിന്നെ പറയുന്നത് നമുക്ക് അകത്തോട്ട് കയറാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ഗോവിന്ദനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, നീ ഈ കതവും തുറന്നിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ, പിന്നെ ഇതിനകത്തോട് ആര് കയറാനാന്ന് പറയുന്ന സമയത്താണെങ്കിൽ ഗോവിന്ദൻ പറയുന്നുണ്ട്, നിൻ്റെ പുറകെ കൂടെ ആരെങ്കിലും കയറിപ്പോയാലെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു, ഒന്നാമതേ മോക്കാണെങ്കിൽ ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ നേരെ എന്തായാലും നമ്മൾ ആ നന്ദുവിൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അനിയും നന്ദു ആണെങ്കിൽ ആ റൂമിൽ ഫുള്ള് ടെൻഷൻ അടിച്ച് നിൽക്കും. അങ്ങനെ കതവ് അടയ്ക്കുന്ന സൗണ്ട് കേട്ടാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ പയ്യെ ഡോറ് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഇവർ കതവ് അടച്ചിട്ട് എങ്ങോട്ടാണ് വരുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവർ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. പിന്നെ ഇപ്പം അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും, നീ എന്തായാലും ഈ കട്ടിലിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കയറി ഒളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഗോവിന്ദനും കനകയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ അമ്മയെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കനക പറയുന്നുണ്ട്, അത് അച്ഛൻ എന്തോ മതിൽ ചാടുന്ന സൗണ്ട്, ആരോ ചാടുന്ന സൗണ്ട് കണക്ക് അച്ഛൻ കേട്ട് അങ്ങനെ ഞെട്ടി എണീറ്റതാ, പക്ഷേ അവിടെ ഒന്നും ആരും ഇല്ലയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയാം, അത് വേറൊന്നും കൊണ്ടല്ല മോളെ, മോൾക്ക് ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളയില്ലേ, അപ്പോൾ അവരാരെങ്കിലും വന്നതാണോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവരാണെങ്കിൽ നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ നന്ദു ആണെങ്കിൽ അനി വന്ന സമയത്ത് ആ ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ജനൽ അടച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതാരാ ഈ ജനൽ തുറന്നിട്ടേന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട്, അയ്യോ അത് ആരാന്നറിയാൻ വയ്യ അച്ഛാന്ന് പറയുന്നുണ്ട്. അപ്പം കനക പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഈ ജനലൊക്കെ അടച്ചാണല്ലോ, പിന്നെ ആരാ ഇത് തുറന്നിട്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആരോ മോളെ ശത്രുക്കൾ ആരോ വന്നിട്ടുണ്ട്, അവരൊക്കെ ചെയ്ത വേലയാണെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഗോവിന്ദനും പറയുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിൽ പിന്നെ കനകയെടുത്ത് പറയും, എന്തായാലും ഇനിയിപ്പോൾ നീ ഇവിടെ മോളെ ഒറ്റയ്ക്കാക്കി കിടക്കണ്ട, നീ മോളെ കൂടെ ഇവിടെ കിടന്നാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദുവാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. കരേശ കട്ടിലിൻ്റെ അടിയിൽ അനി ഉണ്ടല്ലോ, അപ്പോൾ അനിയെ എങ്ങനെയെങ്കിലും പുറത്താക്കുകയും വേണം. ആ സമയത്ത് നമ്മളെ കനക ചോദിക്കുന്നുണ്ട്, അതെന്താ ഞാനിവിടെ കിടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, അയ്യേ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല, അച്ഛനാണെങ്കിൽ ഒന്നാതെ വയ്യാത്തയല്ലേ, അച്ഛനിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ രാത്രി എങ്ങനെ ആയിപ്പോയാൽ എന്താ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്ദും. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, എൻ്റെ കാര്യമൊന്നും ഇപ്പോൾ മോള് ശ്രദ്ധിക്കേണ്ട, ഇപ്പം മോളെ കാര്യം വേണം ശ്രദ്ധിക്കാനുള്ളത്, ഒന്നാതെ ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാ, മോളെന്തായാലും അമ്മ കൂടെ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോവിന്ദനാണെങ്കിൽ അങ്ങ് റൂമിൽ പോയി കിടക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ നന്ദുവിൻ്റെ കൂടെ ആണെങ്കിൽ കനക കിടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു ആണെങ്കിൽ ഒരു ടെൻഷനായിരിക്കുക, കാരണം അനിയെ പുറത്താക്കുകയും വേണം, എന്തോ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കനകയാണെങ്കിൽ പറയുന്നുണ്ട്, ഒന്നാമതേ നിൻ്റെ അച്ഛനെന്തോ ഇപ്പം ഓരോ സൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര ടെൻഷനും പേടിയാണ്, വട്ടായെന്നാണ് തോന്നിയെന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അത് അങ്ങനെയല്ല അമ്മ, ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അപകടം സംഭവിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും അച്ഛനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ കനകയെടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നുന്നു, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം കനക പറയുന്നുണ്ട്, അതിനെന്താ മോളെ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട്, മോളെ പിന്നെ അമ്മ ഇതെനക്ക് മോരും എന്തെങ്കിലും ഫ്രിഡ്ജിലുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ മോര് ഇരിപ്പുണ്ട് മോളെ, അപ്പം ഞാൻ അതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും മുളകൊക്കെ ഇട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ കനകയാണെങ്കിൽ മോരൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാടാ, ഒന്ന് ഇറങ്ങിയിട്ട് നീ എന്തെങ്കിലും പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനി ഇറങ്ങി വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ നന്ദുവിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല അനിയാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെയൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അനിക്കാണെങ്കിൽ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നേരെ നന്ദുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് നന്ദുവിൻ്റെ അങ്ങനെ കവിളിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നെറ്റിയിലൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദുവിനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര അങ്ങ് സങ്കടമൊക്കെ ആവുന്നുണ്ട്.
അങ്ങനെ അനി ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നിൻ്റെ അമ്മ കണ്ടാൽ എന്തോ ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട്, അത് നീ അമ്മ കാണാതെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിലും മുഖത്ത് ടവലൊക്കെ കെട്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ കനകയാണെങ്കിൽ അകത്ത് ഇങ്ങനെ മോരടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ നമ്മൾ കനകയുടെ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധയിൽ ഒരാളവിടെ നിൽക്കുന്നതായിട്ടൊക്കെ കനകയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കനകയാണെങ്കിൽ കിടന്ന് വിളിക്കുന്നുണ്ട്, അയ്യോ കള്ളം കള്ളം ഓടിവാ ഗോവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ എങ്ങനെയെങ്കിലും കനകയുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ട് ഡോറൊക്കെ തുറന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അതുകൊണ്ട് ഈ കനകയുടെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ ഗോവിന്ദനും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് എല്ലാവരും ഡോറൊക്കെ തുറന്ന് പുറത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആണെങ്കിൽ അവിടുന്ന് 2-3 ആൾക്കാരൊക്കെ വന്നിട്ട് എന്താ എന്താ സൗണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട്, കുറച്ച് മുമ്പ് ആരോ ഇവിടെ മതിൽ ചാടിയ സൗണ്ടൊക്കെ ഇവിടെ കേട്ടായിരുന്നു, ആരാന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ പെട്ടെന്ന് ബൈക്കൊക്കെ എടുത്ത് അനി രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നേരത്തെ നമുക്ക് സൗണ്ട് കേട്ടായിരുന്നു, അപ്പോൾ ഞാനും പുറത്തെല്ലാം ഇറങ്ങിയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ആരെയും കണ്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സമയത്താണെങ്കിലും നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കും, ഇനി അവർ അനിയങ്ങാനും പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടിയിൽ അവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കും. അപ്പോൾ എന്തായാലും പിന്നെ അവരാണെങ്കിൽ പിന്നെ നന്ദുവിൻ്റെ എടുത്ത ചാട്ടത്തിനെയൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്തും കനകയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അവർ പറയുന്നു, എന്തായാലും ഇനിയിപ്പോൾ വന്ന ആളങ്ങ് പോയല്ലോ, എന്തായാലും നിങ്ങൾ പോയി കിടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ അവരാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും പെൺപിള്ളേർക്ക് ഇത്രയ്ക്കും എടുത്തുചാട്ടവും കാര്യങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അവരും പിന്നെ അങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഗോവിന്ദനും കനകയാണെങ്കിൽ റൂമിനകത്ത് കയറിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നന്ദുവിനാണെങ്കിലുള്ള മോരുമൊക്കെ കൊണ്ട് കനക വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നന്ദു ആകെ ടെൻഷൻ അടിച്ചിരിക്കും. അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്താ അവിടെ സൗണ്ട് കേട്ടെ, വന്ന ആളെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ കനക പറയുന്നുണ്ട്, കണ്ടൊന്നുമില്ല, അവരെന്തോ മുഖത്ത് എന്തോ ടവലെന്തോ വെച്ച് കെട്ടിയിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിടിക്കാനൊന്നും പറ്റിയില്ല, അവരോട് രക്ഷപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദുവിനൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ കനക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടി ഇനി അനിയ വല്ലതും ആണോ ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ വട്ടു വല്ലതും ഉണ്ട്, അനിയാണെങ്കിൽ എന്തിനാ രാത്രി മതിലാടി വരുന്നത്, അവനാണെങ്കിൽ നേരെ അങ്ങ് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, അല്ല അനി ഇന്ന് നിന്നെ കാണാൻ വേണ്ടി വരണമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നയനയാണെങ്കിലും സമ്മതിച്ചില്ലല്ലോ, വരണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഇനി ആ ദേഷ്യത്തിലെങ്ങാനും രാത്രി എങ്ങാനും ഈ സമയത്ത് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അമ്മ പോയി കിടന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കനക പറയുന്നുണ്ട്, അതല്ല ഇപ്പോഴത്തെ കാലമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കനകയാണെങ്കിൽ ഇങ്ങനെ മോരൊക്കെ കൊടുത്ത് ക്ലാസ്സൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കാര്യം വെച്ചാൽ എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത് അവൻ എന്തായാലും എന്നെ കാണാൻ വേണ്ടിയൊക്കെ വന്നല്ലോ, അപ്പോൾ അവനിക്ക് എൻ്റെ അടുത്ത് എത്രമാത്രം സ്നേഹം ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ കൂടെ തന്നെ നമ്മൾ നന്ദുവിനാണെങ്കിൽ ഒരു സങ്കടവും ടെൻഷനും ഉണ്ട്. കാര്യം വെച്ചാൽ നന്ദുവിനെ ആക്രമിച്ചവരെ കാര്യമൊക്കെ ആരാണെന്നുള്ള കാര്യമൊക്കെ അനിയെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അനിയാണെങ്കിൽ അവരുടെ അടുത്തെങ്ങാനും പോയി എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും നമ്മളെ നന്ദുവിനും ഉണ്ട്. നമ്മളെ നന്ദു ആണെങ്കിൽ ടെൻഷൻ അടിച്ച കണക്ക് തന്നെ നമ്മൾ അനി അവിടെ നിന്ന് പോയത് നേരെ രാകേഷിൻ്റെ അടുത്ത് വിഘ്നേഷിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ അവരെ കണ്ട് സംസാരിക്കുന്നുണ്ട്, എന്തായാലും അവർക്ക് തിരിച്ചിട്ടൊരു നല്ലൊരു പണി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്തായാലും നന്ദു നമ്മളെ കൂടെ ഇല്ല, അവസാനം പിന്നെ അടി നമുക്ക് മേടിച്ച് കെട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനിയാണെങ്കിൽ പറയുന്നുണ്ട്, ഈ സമയത്തല്ലേ നമ്മൾ കുറച്ച് ഊർജ്ജമൊക്കെ ആയിട്ടൊക്കെ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നേരെയാണെങ്കിൽ അവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് ചെന്നിട്ട് നല്ല വെയിറ്റൊക്കെ ഇട്ടൊക്കെ നമ്മൾ അനിയും രാകേഷ് വിഘ്നേഷൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റവരും ആണെങ്കിൽ കുറച്ച് വെയിറ്റൊക്കെ ഇട്ട് അവർ നിൽക്കുന്നുണ്ട്. അവസാനം അടിയും ഇടിയൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ അവർ മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട്, എന്തായാലും ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്, എന്തായാലും നിങ്ങൾ ഇടിച്ച് കൊല്ലാൻ നോക്കിയ നന്ദു ഉണ്ടല്ലോ, അവളെന്തായാലും ഇങ്ങ് തിരിച്ച് വരും, വന്നതിന് ശേഷമാണ് നല്ല പൂരം ഇവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ അനിയൊക്കെ പറഞ്ഞിട്ട് അനിയൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ നന്ദുവിനെയും കനകയുമാണ്. അങ്ങനെ അനിയാണെങ്കിൽ നമ്മൾ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു ആണെങ്കിൽ പിന്നെ കനക അടുത്തുള്ളവന് ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെ നന്ദു ആണെങ്കിൽ വീണ്ടും ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി ഇങ്ങനെ എപ്പോഴാണ് ചിന്തിച്ചോ അമ്മ അടുത്ത് കാണും, അതുകൊണ്ടായിരിക്കും അവൾ ഫോൺ എടുക്കാത്തത്. അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, നിന്നെ അടിച്ചവരെ ഞങ്ങൾ പോയി അടിക്കുകയും വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനി. അപ്പോഴത്തേക്ക് എന്തായാലും ഇനി അവർ നിന്നെ ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നന്ദുവിനാണെങ്കിൽ ഇത് വായിക്കുമ്പോഴാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. എന്തായാലും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ എൻ്റെ കൂടെ അനി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നന്ദുവിനുണ്ട് കേട്ടോ. നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് അനിയാണ്, അല്ലാതെ എൻ്റെ ആദർശേട്ടനും നയനേച്ചി ആരുമല്ല, ഇനി ഞങ്ങളെ ആരകറ്റാൻ ശ്രമിച്ചാലും ഇനി ഞങ്ങൾ അകന്ന് പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന നന്ദുവിനെയും നന്ദുവിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അനിയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.